ഞാനൊന്ന് ടി വി പ്രസാദിലേക്ക് കൂടി പോയി വരാം. ടി വി പ്രസാദ്, ഇന്നലെ ഇ പി ജയരാജൻ ഒരു മാധ്യമപ്രവർത്തകനെയാണ് താൻ ഈ ആത്മകഥ തയ്യാറാക്കാൻ ഏൽപ്പിച്ചത്. താൻ എഴുതി അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹം അത് ടൈപ്പ് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ചോരാനുള്ള സാധ്യതയില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത്. ഇത് ഇപ്പോൾ ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോയിലെ ചീഫാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് വിശദീകരണം തേടുന്നു. കണ്ണൂർ ബ്യൂറോ ചീഫ് രഘുനാഥിനോട് CPI സംസ്ഥാന സമിതി വിശദീകരണം തേടാൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്, അല്ലേ? അരുൺ, ഇതിലിപ്പോൾ ഉള്ളത്, അതായത് ഈ രഘുനാഥിനെ ഏൽപ്പിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായി രഘുനാഥ് ഈ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫാണ്. ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുമതി വാങ്ങിക്കണം എന്നുള്ളതാണ്. പാർട്ടിയുടെ അനുമതിക്ക് ശേഷമേ ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിയുകയുമുള്ളൂ. അങ്ങനെയെങ്കിൽ പാർട്ടിയോട് ചോദിക്കാതെയാണ് ഇങ്ങനൊരു പുസ്തകത്തിന്റെ നീക്കം നടത്തിയത് എങ്കിൽ, ഇത് രഘുനാഥിനെ നോക്കാൻ ഏൽപ്പിച്ചു എങ്കിൽ സ്വാഭാവികമായി രഘുനാഥിനെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേശാഭിമാനിയിലെ ബ്യൂറോ ചീഫ് പോലെയുള്ള പദവി എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്, ഉത്തരവാദിത്തമാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇ പി ജയരാജൻ എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന ഗൌരവമായ ഒരു ചോദ്യമുണ്ട്. ഇ പി ജയരാജൻ ഇതുവരെ പറഞ്ഞത് പ്രകാരം ഇ പി ജയരാജൻ എഴുതിയ കാര്യം മറ്റൊരാളിലേക്ക് പോയത് ഈ പറയുന്ന ടൈപ്പ് ചെയ്യാൻ കൊടുത്തു എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് മാത്രമാണ്. അത് ദേശാഭിമാനിയിലെ ബ്യൂറോ ചീഫായ രഘുനാഥനാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ഗൌരവമായി എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ഇതിപ്പോൾ ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് എഴുതാനുള്ള സാധ്യത അത് ഇ പി ജയരാജനാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് പാർട്ടി നേതാക്കൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വളരെ വ്യക്തമാണ് പറയുന്ന ഓരോ കാര്യങ്ങളും. കാരണം സംഘടനാപരമായി കഴിഞ്ഞ കുറെ കാലമായുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടും ഓരോന്നിനെയും പഠിച്ചുകൊണ്ടുമുള്ള എഴുത്ത് പാർട്ടിക്ക് പുറത്തുള്ള, അതല്ലെങ്കിൽ വലിയ നിലയിൽ സംഘടനയിൽ പ്രവർത്തിക്കാത്ത ഒരാൾക്ക് എഴുതി തയ്യാറാക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇതെന്തെങ്കിലും രീതിയിൽ വ്യാജമായി പുറത്തു വരണം എന്നുള്ളതാണെങ്കിൽ ഇത്രയേറെ പേജുകൾ ഇത്ര കൃത്യമായി എഴുതി പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പോൾ ഗൌരവമായുള്ള ഒരു കാര്യം, CPIM സംസ്ഥാന സമിതി ഈ വിഷയത്തെ ഗൌരവമായി കാണുന്നു എന്നുള്ളതാണ്. അതായത് DC ബുക്സ് പോലെയുള്ള ഒരു പബ്ലിക്കേഷൻ അവരോട് കരാറില്ലാതെ എങ്ങനെയാണ് 5 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജിൽ ഇ പി ജയരാജനെ തന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു ഉടൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഗൗരവമായ ചോദ്യം.